ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 200 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ടെക്നിക്കൽ ചാർട്ടുകളിൽ ഒരു ചെറിയ കൺസോൾട്ടേഷന്റെയോ അല്ലെങ്കിൽ ഒരു കറക്ഷന്റെയോ ഒക്കെ സൂചനകളും കാണാനുണ്ട്. നിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈക്ക് അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹയർ ലെവലുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാം മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഈ മാർക്കറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് കുതിക്കുമോ അതോ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് നിഫ്റ്റി 50യേക്കാൾ നിഫ്റ്റി 200 നമ്മൾ ഇവിടെ പഠന വിധേയമാക്കുന്നത്? നിഫ്റ്റി 50യിൽ എല്ലാ സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകളെ മുഴുവനായിട്ട് നിഫ്റ്റി 50യിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിഫ്റ്റി 200-ലാകട്ടെ എല്ലാ സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റേജ് ഓഫ് ദ സ്റ്റോക്കും അത്ര കണ്ട് ഡിഫറന്റ് ആയിട്ട് വരില്ല. ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി 50യേക്കാൾ നിഫ്റ്റി 200 ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ നന്നായിരിക്കും. നിഫ്റ്റി 200 ഇപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ചെറിയ കറക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്ത് അടുത്ത ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് സാധ്യതകളും ഫണ്ടമെന്റൽ സ്ട്രെങ്തും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഈ വീഡിയോ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ടിപ്പോ ഒന്നുമല്ല. ഇത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും സ്റ്റോക്കുകളുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, അതുപോലെ അവയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത്, ഇവയൊക്കെയാണ് പഠന വിധേയമാകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്കാണ് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ്. ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ നിന്നുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ്. പഴയ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസും ശ്രീറാം സിറ്റി യൂണിയൻ ഫിനാൻസും മെർജ് ചെയ്ത് രൂപം കൊണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ NBFCകളിൽ ഒന്നാണിത്. പ്രധാനമായും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ, MSME ലോണുകൾ, അതോടൊപ്പം ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ എന്നിങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ലോൺ പോർട്ട്ഫോളിയോ അവർക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ശ്രീറാം ഫിനാൻസ് ഇപ്പോൾ ഇത്ര അട്രാക്റ്റീവ് ആയിട്ട് പറയാനുള്ള കാരണം? ആദ്യമായിട്ട് നമുക്ക് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ഒന്ന് പരിശോധിച്ചു പോകാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ മികച്ചതാണ്. ഓരോ ക്വാർട്ടറിലെയും റവന്യൂവിലും പ്രോഫിറ്റിലും നല്ലൊരു ഗ്രോത്ത് കാണിക്കാൻ ഈ കമ്പനിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് ക്രെഡിറ്റിനുള്ള ഡിമാൻഡും വർദ്ധിക്കും. ഇത് ശ്രീറാം ഫിനാൻസ് പോലെയുള്ള കമ്പനികൾക്ക് വലിയൊരു പ്ലസ് പോയിന്റ് കൂടിയാണ്. റൂറൽ ഏരിയകളിലടക്കം ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് മാർക്കറ്റിൽ നല്ലൊരു ഹോൾഡ് ഉണ്ട്. ഇനി നമുക്ക് ശ്രീറാം ഫിനാൻസിന്റെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് വരാം. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം. ശ്രീറാം ഫിനാൻസിന്റെ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ വളരെ വ്യക്തമായിട്ടൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്ന് ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു വോളിയത്തോടെയാണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇത് ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. നിലവിൽ ഈ സ്റ്റോക്ക് അതിന്റെ പ്രധാന മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 20, 50, 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് സ്റ്റോക്കിന്റെ ഒരു ബുള്ളിഷ് മൊമെന്റം ഒന്നുകൂടി കൺഫേം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെന്റിന് തയ്യാറെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി പോകാം. ഇപ്പോഴത്തെ വിലയിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പിലോ ഒരു എൻട്രിക്ക് ശ്രമിക്കാവുന്നതാണ്. അതിന്റെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് 825 രൂപ പ്രതീക്ഷിക്കാം. ഇത് തൊട്ടു മുൻപുള്ള പ്രധാന റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ്. ഏതൊരു ട്രേഡിനും സ്റ്റോപ്പ് ലോസ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രേഡിൽ 730 എന്ന ലെവലിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നതും റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ സഹായിക്കും. ഈ സ്റ്റോക്കിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ചാർട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജുകൾ, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് PSU ബാങ്കിംഗ് സെക്ടറിൽ നിന്നാണ്. അത് കാനറ ബാങ്ക് ആണ്. സമീപകാലത്ത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കാണിത്. ബാങ്കിംഗ് സെക്ടർ ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ലാണ്. ആ സെക്ടറിൽ നിന്ന് മികച്ച ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കാനറ ബാങ്ക് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്? ഫണ്ടമെന്റൽ ആയിട്ട് നോക്കിയാൽ PSU ബാങ്കുകളുടെ അസറ്റ് ടു ക്വാളിറ്റിയിൽ ഈയിടെയായിട്ട് വലിയൊരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കിട്ടാക്കടം കുറയ്ക്കുകയും പ്രൊവിഷനുകൾ കുറയുകയും ചെയ്തതോടെ ബാങ്കുകളുടെ പ്രോഫിറ്റ് റെക്കോർഡ് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. കാനറ ബാങ്കിന്റെ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലെ റിസൾട്ട് നോക്കിയാൽ ഈ ഒരു പുരോഗതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മെച്ചപ്പെടുന്നതും ലോൺ ബുക്കിൽ സ്റ്റേബിൾ ഗ്രോത്ത് ഉള്ളതും കമ്പനിയുടെ ഭാവിയെ പറ്റി നല്ല സൂചനകളാണ് നൽകുന്നത്. ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ കാനറ ബാങ്കിന്റെ ഡെയിലി ചാർട്ടിൽ തുടർച്ചയായിട്ട് ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ക്ലാസിക് അപ് ട്രെൻഡ് പാറ്റേൺ ആണിത്. കുറച്ച് കാലമായിട്ട് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് അടുത്തിടെ നല്ലൊരു ബൈയിങ്ങോട് കൂടി ആ റേഞ്ച് ഭേദിച്ച് ഒരു ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക്ഔട്ടിന് തൊട്ട് മുമ്പ് സ്റ്റോക്ക് അതിന്റെ 20 ദിവസത്തെ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ബുള്ളിഷ് ട്രെൻഡിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു പ്രത്യേക സിഗ്നലാണ്. RSI പോലെയുള്ള മൊമെന്റം ഇൻഡിക്കേറ്ററുകളും പോസിറ്റീവ് സിഗ്നലാണ് തരുന്നത്. അപ്പോൾ കാനറ ബാങ്കിലെ കീ ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്കിൽ ഒരു ബൈ ഓൺ ഡിപ്പ് പരിഗണിക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിന് ഷോർട്ട് ടൈമിൽ 150 എന്ന ടാർഗറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്
129 എന്ന ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കാം. അതുപോലെ തന്നെ PSU ബാങ്കുകൾ മാർക്കറ്റ് വോളറ്റാലിറ്റിയോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പൊ ഇതുവരെ നമ്മൾ 2 സ്റ്റോക്കുകളെ പറ്റി സംസാരിച്ചു. ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പുതിയ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്റ്റോക്ക് അനാലിസിസുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഞങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള വലിയ സപ്പോർട്ടുകളാണ്. നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റോക്ക് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നാണ്. അശോക ബിൽകോൺ ലിമിറ്റഡ്. റോഡ് കൺസ്ട്രക്ഷൻ, ഹൈവേ പ്രോജക്ടുകൾ, പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പ്ലെയർ ആണ് ഈ കമ്പനി. എന്തുകൊണ്ടാണ് അശോക ബിൽകോൺ നമ്മുടെ റഡാറിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ആയിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒരുപാട് ഫോക്കസ് കൊടുക്കുന്ന ഒരു സമയമാണ്. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പോലെയുള്ള പദ്ധതികൾ അശോക ബിൽകോൺ പോലെയുള്ള കമ്പനികൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റികളാണ് നൽകുന്നത്. കമ്പനിക്ക് ഇപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് ഉണ്ട്. ഇത് വരും വർഷങ്ങളിലെ നല്ലൊരു റവന്യൂ വിസിബിലിറ്റി ഉറപ്പാക്കാൻ സഹായിക്കും. അതോടൊപ്പം കമ്പനിയുടെ നെറ്റ് റിഡക്ഷനുള്ള ശ്രമങ്ങളും ഒരു പോസിറ്റീവ് സൈൻ ആണ്. നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലേക്ക് ഒന്ന് നോക്കാം. അശോക ബിൽകോണിന്റെ ചാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് നാളുകളായിട്ട് സ്റ്റോക്ക് 150-200 എന്നൊരു റേഞ്ചിനുള്ളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അടുത്തിടെ വളരെ ഹെവി വോളിയത്തോടെ ഈ റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിൽ നല്ല ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കൂടാതെ സ്റ്റോക്ക് അതിന്റെ അപ്പർ ബോളിഞ്ചർ ബാൻഡിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബുള്ളിഷ് മൊമെന്റം കൺഫേം ചെയ്യുന്നു. ഒരു പ്രധാന ടെക്നിക്കൽ സിഗ്നൽ കൂടിയാണ്. എന്നാൽ ഇപ്പോഴും ഓവർബോട്ട് സോണിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അശോക ബിൽകോണിന്റെ പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിലയിലോ അല്ലെങ്കിൽ ചെറിയൊരു താഴ്ചയിലോ ഏകദേശം 201-206 സോണിലോ ഒക്കെ ഈ സ്റ്റോക്ക് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും. സ്റ്റോക്കിന്റെ ഷോർട്ട് ടൈം ടാർഗറ്റ് 230 ആയിട്ട് കണക്കാക്കാം. ട്രേഡിൽ റിസ്ക് നിയന്ത്രിക്കാനായിട്ട് 195 എന്ന ലെവലിൽ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് കൂടി വെക്കുന്നത് തീർച്ചയായിട്ടും നന്നായി. അപ്പൊ മൂവിംഗ് ആവറേജുകളും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ കൂടി ഇവിടെ നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പൊ ഇത്രയുമാണ് ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ശ്രീറാം ഫിനാൻസ്, കാനറ ബാങ്ക്, അശോക ബിൽകോൺ എന്നീ 3 സ്റ്റോക്കുകളാണ്. 3 കമ്പനികളും അവരുടെ സെക്ടറുകളിലെ സ്ട്രോങ് കമ്പനികളാണ്. നല്ല ഫണ്ടമെന്റൽസും അതോടൊപ്പം അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് പാറ്റേണുകൾ ഇപ്പോൾ ഇവയ്ക്കുണ്ട്. ഒരു കാര്യം കൂടി ഓർക്കുക, മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷന്റെ വക്കിലോ ഒക്കെ ആകാം. 5200 ഇൻഡെക്സ് ഇപ്പോഴും അതിന്റെ ലോങ് ടൈം ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ്. അതുകൊണ്ട് ഓവറോൾ ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നു. എന്നിരുന്നാലും മാർക്കറ്റിന്റെ ആ ഒരു വോളറ്റാലിറ്റി ഈടെയായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളിലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണ്? ഇനി വരാൻ പോകുന്ന മാർക്കറ്റ് സിറ്റുവേഷനിൽ ഏതൊക്കെ സ്റ്റോക്കുകളെയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കും മാർക്കറ്റ് അനാലിസിസുകൾക്കുമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.